തളിപ്പറമ്പ് നഗരത്തിലെ പ്രധാന റോഡുകളിൽ സീബ്ര ലൈനുകൾ മാഞ്ഞുപോയത് പുനഃസ്ഥാപിക്കണമെന്നും സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയ ചിറവക്കിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നും യൂത്ത് ലീഗ് തളിപ്പറമ്പ് മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യമുന്നയിച്ച് നേതാക്കൾ PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി. തളിപ്പറമ്പ് നഗരത്തിൽ വിവിധയിടങ്ങളിൽ സീബ്ര ലൈനുകൾ പൂർണ്ണമായും മാഞ്ഞുപോയ അവസ്ഥയിലാണ്. ഇതുമൂലം കാൽനടയാത്രക്കാരും വാഹന ഉടമകളും തമ്മിൽ നിരന്തരം വാക്കുതർക്കങ്ങളും അപകടങ്ങളും പതിവ് കാഴ്ചയാണ്. റോഡ് മുറിച്ചു കടക്കാൻ കഴിയാതെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാരാണ് പ്രയാസപ്പെടുന്നത്. ഇതിനു പുറമെയാണ് ചിറവക്കിലെ ബസ് സ്റ്റോപ്പ് നിർമ്മാണത്തിലെ അനാസ്ഥ. ഒരു വർഷം മുമ്പ് നഗരസഭ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് PWD പൊളിച്ചു നീക്കിയത്. എന്നാൽ പുതിയ ബസ് ഷെൽട്ടറിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും മാസങ്ങളായി പ്രവൃത്തി പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ്. ഈ വിഷയങ്ങളിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് തളിപ്പറമ്പ് മുനിസിപ്പൽ കമ്മിറ്റി PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകിയത്. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ പറഞ്ഞു. തളിപ്പറമ്പിലെ മിക്ക സ്ഥലങ്ങളിലും സീബ്ര ലൈനുകൾ മാഞ്ഞുപോയി യാത്രക്കാരും വാഹന ഉടമകളും തമ്മിൽ നിരന്തരം വാക്കുതർക്കങ്ങളും അപകടങ്ങളും പതിവായ സാഹചര്യത്തിലാണ് അടിയന്തരമായി സീബ്ര ലൈനുകൾ വരച്ച് അപകടങ്ങൾ ഒഴിവാക്കി യാത്രക്കാർക്ക് സുഗമമായ രീതിയിൽ യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഓഫീസിൽ സംസാരിച്ചിട്ടുള്ളത്. ഓഫീസർ അത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനും ഒരു മാസത്തിനകം ബസ് സ്റ്റോപ്പ് നിർമ്മാണം പൂർത്തീകരിക്കാൻ കരാറുകാരന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയ PWD റോഡ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു മാസത്തിനകം ബസ് സ്റ്റോപ്പ് നിർമ്മാണം പൂർത്തീകരിക്കാൻ കരാറുകാരന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് സീബ്ര ലൈനുകൾ പുനഃസ്ഥാപിക്കുമെന്നും അറിയിച്ചു. യൂത്ത് ലീഗ് തളിപ്പറമ്പ് മുനിസിപ്പൽ പ്രസിഡന്റ് K. മുഹമ്മദ് അഷ്റഫ്, ജനറൽ സെക്രട്ടറി PA ഇർഫാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.